ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹിമാലയൻ മൗണ്ടെയ്ൻസൊക്കെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ കാശ്മീരിലെത്തി. എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങൾ അവിടെ എത്തിയിട്ട് ടാക്സിയൊന്നും അല്ല പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നേരെ വന്ന് നമ്മൾ മുമ്പ് പെട്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ. ലൈക്ക് ഇവിടെ KSRTC പോലെ തന്നെ അവിടെ ഒരു കുഞ്ഞൊരു എന്താ അതിന് പറയുക, ഒരു വാൻ, ഒരു സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മളങ്ങനെ അതിൽ കയറിയിട്ട് സാധാരണ എല്ലാവരോടും പൈസ വാങ്ങുന്ന പോലെ തന്നെ വാങ്ങി. അത് നമ്മുടെ അക്കോമഡേഷനിൽ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സോ എക്സ്ട്രാ ഒരു 500 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കോമഡേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അവർ നമ്മളെ ഇറക്കി വിടാം എന്ന് കാര്യം പറഞ്ഞു. ഈ കാണുന്നത് നമ്മുടെ പൈസ. ഓക്കെ, എന്താ പറയുക, നമുക്കറിയാമല്ലോ അവിടുന്ന് പൈസ ATM ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഓൾറെഡി പൈസ കയ്യിൽ കുറച്ച് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നോട്ട് ലിക്വിഡായിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതങ്ങനെയാണ് കേട്ടോ. ആൻഡ് ഇത് നമ്മുടെ ടൂർ കോർഡിനേറ്ററായ കിണ്ടിയാണ്. ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കാശ്മീരി എന്താ പറയുക ഭാഷയിൽ. ഞാൻ കുറച്ച് പോയി സംസാരിക്കട്ടെ. കാശ്മീരി ഭാഷ നമുക്കറിയില്ല എന്നുള്ളത് ഒരു സത്യം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ അവിടുന്ന് UK വരുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് സ്ഥലങ്ങൾ ഏതൊക്കെ പോകണം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത് കിണ്ടിയാണ്. കിണ്ടിൻ്റെ യഥാർത്ഥ പേര് കിരൺ എന്നാട്ടോ. നമ്മൾ അങ്ങനെ വിളിച്ച ശീലമായത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. സോ നമ്മൾ ഗ്യാങ് ഇതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കിണ്ടി എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഹിന്ദിയൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊരു മൂലക്ക് ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുത്ത് ചുമ്മാ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ, ഫോട്ടോ ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ എന്തോ ചെയ്തു. കശ്മീർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നോ കുറവായിരുന്നു. സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താ പറയുക ബുക്ക് ചെയ്ത ശേഷമാണോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അപ്പോഴാണ് അറിഞ്ഞത് ഈ പ്രാവശ്യം കാശ്മീരിൽ സ്നോ കുറവാണ്. പക്ഷേ ഈ സ്നോ കുറവാണെന്ന് പറഞ്ഞ് തണുപ്പിന് ഒട്ടും തന്നെ ക്ഷാമം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഡ്രൈ ആയിരുന്നു ഏരിയാസ്, പക്ഷേ എന്താണ് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പുറകെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം ഞാനൊക്കെ വിറച്ച്, അതായത് കൈയൊക്കെ എനിക്ക് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക സ്നോ പെയ്യുന്നുണ്ടായിരുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ കാശ്മീർ ശ്രീനഗറിലാണുള്ളത്. നമ്മൾ ഇനി സോനാമർഗും അങ്ങനത്തെ കൂടുതൽ ഇതിലേക്ക് പോകുന്നുണ്ട്. ആ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സ്ഥലത്തെത്തിയ അക്കോമഡേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പറഞ്ഞതുപോലെ നമ്മളാക്കി. നല്ല ഇതായിരുന്നു കേട്ടോ, നല്ല ആൾക്കാരായിരുന്നു കൊണ്ടുവിട്ടത്. അതുകൊണ്ട് നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളവിടെ എത്തി. ഒരു 500 രൂപ എക്സ്ട്രാ കൊടുത്തു എന്നേ ഉള്ളൂ. അതിൽ ഒരു എന്താ പറയുക റിഗ്രറ്റും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തോ എടുത്തു, നമ്മൾ നേരെ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുമ്മലുണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ പ്ലേസ് ആയതുകൊണ്ട്, അതുപോലെ പൊടി നല്ലോണം ഉണ്ടായ പോലെ എനിക്ക് ലൈക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്നെ നന്നായി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. കാണുന്ന പോലെ ഈ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണാനല്ല, നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് ഈ പ്ലേസിലൊക്കെ സാധാരണ നമുക്കറിയാം കാശ്മീർ എന്ന് പറയുമ്പോൾ സ്നോ ആണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അല്ലേ. സ്നോ ഒക്കെ മൂടിക്കിടക്കുന്ന സ്ഥലമാണെന്ന് ഇയാൾ പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി ഫസ്റ്റായിട്ട്. എന്താ പറയുക, ഇതൊന്നും നമുക്ക് സ്നോ കാണാൻ പറ്റില്ല, നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പ്രതീക്ഷിച്ച് പോകുന്നത്. ഇപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അതിൻ്റെ മുമ്പ് നിന്ന് ഫോട്ടോ എടുക്കണം, ഫോട്ടോ സെക്ഷനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ മഞ്ഞുകൂടി ഉണ്ടെങ്കിൽ എന്തൊരു ഭംഗി ഉണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു. പക്ഷേ പിന്നീടുള്ള, അതായത് നമ്മൾ പിറ്റേന്ന് നമ്മൾ ഈ തണുപ്പ് രാവിലെ എണീച്ച് നമ്മൾ പോവല്ലേ. സോ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ പറയുക, പഠിച്ചവനെ ഇത്രയും തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം മഞ്ഞുകൂടി ആയാലും എന്തായിരിക്കും അവസ്ഥ. നമ്മൾ വണ്ടി പിടിക്കലാണ്. ഇവർ വണ്ടി തരൂല എന്ന് പറയുന്നുണ്ട്. ഇവർ 100 രൂപ പറയുന്നുണ്ട്, കിണ്ടി 50 രൂപ പറയുന്നുണ്ട്. നമ്മൾ പോകുന്നത് നമ്മുടെ ചാച്ച നമ്മളെ വണ്ടി ഓടിക്കുന്നുണ്ട്. തല മാത്രമേ കാണുന്നുള്ളൂ. ഇവരെ നമ്മുടെ കൂടെ വരുന്നവരാണ്. ഈ ചങ്ങായി നമ്മളെ കൊണ്ടുവന്ന് ഇത് നമ്മൾ 2 പേരെ വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലാക്കിയാൽ വരും. ഗൈസ് നമ്മുടെ പിള്ളേരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കലാണ് 2 ഓട്ടോയിൽ നിന്ന്. എല്ലാവരും ഇല്ലയോ? 1 2 3 4 5 6 7 8. ഓക്കെ, ടീംസ് എല്ലാം ഉണ്ട്. എണ്ണം കറക്റ്റാ. 9ാമത്തെ ആൾ റെഡി. ഓക്കെ ബാ സനു. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റ്.
മുഗൾ ദർബാർ റെസ്റ്റോറൻറ്റ്. സോ നമ്മൾ പോകുന്നത് ഇവിടെ കർട്ടനൊക്കെ ഉണ്ട്. നമ്മളൊരു സ്റ്റേജിൻ്റെ അകത്തേക്ക് പോകലാണ് ഗൈസ്. ദിസ് ഇസ് മീ. ഇവിടെ നമുക്ക് ഹീറ്ററൊക്കെ ഉണ്ട് ഗൈസ്. നല്ല സ്പെഷ്യൽ ഹീറ്ററാണ് ഉള്ളത്. കുഴപ്പമില്ലൊക്കെ അവിടെ വാംപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഫുൾ സെറ്റപ്പാണ്. സോ ഇത് മൊത്തം നല്ല സ്പെഷ്യൽ മുഗൾ ദർബാർ ഹോട്ടൽ. ഇതിൻ്റെ മൊത്തം സെറ്റപ്പാണ്. നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഫുള്ള് നല്ല ഇത് ഫുള്ള് കളേഴ്സൊക്കെ ഉണ്ട്. നല്ല സെപ്പറേറ്റ് ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഫുള്ളൊരു മുഗൾ എംപയർ സിസ്റ്റത്തിൻ്റെ ആണ് ഗൈസ്. നമ്മളെ പിള്ളേർ നേരെ ജമ്മു എത്തി, സോറി കശ്മീർ എത്തി. ഇവിടുന്ന് ഭക്ഷണം തന്നെ ഫസ്റ്റ് അവരെ പ്രയോറിറ്റി. എല്ലാവരും ഫുഡൊക്കെ റെഡി ആയിട്ടോ. വന്നെത്തിയില്ല ഫുഡ് ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹെവി താലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. താളി ആ എനിക്ക് കലിപ്പിലാണ് ഗൈസ്. വിശന്ന് പറഞ്ഞ നികിനും വേണ്ടി ഗൈസ് നമ്മൾ ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പുള്ളിക്കാരൻ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നമുക്ക്. ചിക്കൻ യാക്കിനി पहले फर्स्ट ऑफ ऑल स्टार्टर खाइए सबके लिए 9 पीस करके. हाँ थैंक यू भाई. उसके बाद राइस डालिए, उसके बाद ग्रेवी डालिए. हाँ राइस और चाहिए और हाँ हमारे को एक अच्छा भैया मिला होटल से. हम നമ്മുടെ ഹോട്ടൽ ഏത് ഹോട്ടലാണിത്? മുഗൾ ദർബാറിലുള്ളത്. ആ ഫുഡൊക്കെ ആണെങ്കിലും ഭയങ്കര ഒട്ടിക്കത്തെ ടേസ്റ്റ് കഴിച്ച എന്താ ഫുഡ് അറിയാം. ടേസ്റ്റ് നോക്കിയിട്ട് നൈസ് സോഫ്റ്റ് ടേസ്റ്റ്. എൻ്റെ പ്ലേറ്റിൽ ചോറ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും കഴിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. വേഗം എത്തുന്നു. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നിന്റെ ടേസ്റ്റ് അറിയാൻ. ആ നല്ല നൈസല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ വിട്ടിരിക്കുന്നു. നമ്മളിതാ കശ്മീർ കറങ്ങാൻ വേണ്ടിയിട്ട് സെറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡാൽ ലേക്ക്. കിണ്ടി കൊടുക്കുന്നാണ് പറയുന്നത് ഗൈസ്. കിണ്ടി കൊടുക്കുന്നുണ്ട്. टैक्सी इधर से मिल गया. अब जा रहा है. ഓട്. നമ്മളിതാ ഇങ്ങനത്തെ ഒരു ഓട്ടോയാണ് ഗൈസ്. ഇങ്ങനത്തെ ഓട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ് സീറ്റുള്ള ബാറ്ററി ഓട്ടോ. അതിലാണ് നമ്മൾ പോകുന്നത്. ഇനി വെനിവാ രണ്ടാളും കൂടി വാ. ആ ഒരാൾ കൂടി വാ. ഇത് പൈസ അങ്ങനെ കുറേ ബാർഗെയിൻ ചെയ്ത് നല്ലൊരു ഓട്ടോ റൈഡും കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഡാൽ ലേക്കിൽ എത്തിയിട്ടോ. ഇത് ഈ കാണുന്നതാണ് ഡാൽ ലേക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റണ്ണിങ് ബ്യൂട്ടിയാണ്. സത്യം ഒരുപാട് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സ്നോ ഉള്ള സമയത്ത് വേറൊരു ഭംഗിയാണ്. അത് ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ നമുക്ക് ഇവിടെ റൈഡ് കൊണ്ടുപോകാൻ നോക്കാതെ 4 ഡെസ്റ്റിനേഷൻസ് ഉള്ളത്. ഒന്ന് അതായത് വാട്ടറിൽ തന്നെ ഒരു മാർക്കറ്റാണ്. നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. ഷഹല ഒരു വണ്ടിന് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കശ്മീരില് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ ഷേക്ക്, ജ്യൂസ്, ബാക്കിയുള്ള ഓർണമെന്റ്സ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കണ്ട. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇതെന്തൊരു ഭംഗിയാണെന്നുള്ളത് അല്ലേ. ഈ ബ്യൂട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ അധികം ഉപയോഗിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കാരണം ഈ ഭംഗി നമ്മൾ ശരിക്കും കാണണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഒരു സ്ഥലത്ത് ചുറ്റും പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിമാലയൻ മൗണ്ടെയ്ൻസ് സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ കൂടെ മഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് മഞ്ഞില്ലെങ്കിൽ ഉള്ള ഒരു
ബ്യൂട്ടിയാണ്. അത് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക ഭയങ്കര അത്ഭുതത്തോടെയാണ് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ഭയങ്കര എൻജോയ് ചെയ്ത നിമിഷമാട്ടോ ഇതൊക്കെ. ആടെയും കൊടുത്തോ സാധനം ചെറിയ വയസ്സിൽ കൊടുത്ത ബീബി അടിക്കുന്ന പറഞ്ഞു. കന്യാകുമാരി കിണ്ടി 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 രണ്ടെണ്ണം പറഞ്ഞ പക്ഷെ നമ്മൾ 3 അടി കൂടി വാങ്ങിച്ചു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച ചോളം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം എന്താ പറയുക ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് അധികം സാധനങ്ങൾ വാങ്ങാനൊന്നുമില്ല. കാരണം ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോകാനുണ്ട്. സോ ഫുഡ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. ഫുഡ് ഐറ്റംസ് പറയാൻ വേണ്ടി വേറൊന്നുമില്ല. ഇവിടെ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ മാഗി കോഫി ഇതൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, മാഗിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. ഇവർ എന്ത് ഇട്ടിട്ടാണ് ആക്കുന്നത് എനിക്കറിയത്തില്ല. അതൊക്കെയാണ് ഭയങ്കര എന്താ പറയുക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത് ഫുൾ സറൗണ്ടഡ് ബൈ എന്താണ് ഫുള്ള് ലൈറ്റ്സൊക്കെ ഷോപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ ഭയങ്കര രസമായിരുന്നു. ആ ഒരു നൈറ്റിൽ ആ ഒരു വെളിച്ചവും ഇതൊക്കെ കൊണ്ട് ഭയങ്കര രസമായിരുന്നു. ആൻഡ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ചെറിയൊരു കോമഡി സീനാണ്. നിങ്ങളത് കണ്ടു നോക്കൂ. അപ്പൊ സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? താമസം എവിടെയാ? താമസം ശ്രീനഗറിലെ ഒരു ഹോസ്പിറ്റലിനടുത്ത്. അയ്യോ നമ്മളെ വീട്ടിലത്തെ ആൾക്കാരാണ് ഇവർ. വീട്ടിലത്തെ ആൾക്കാരാണോ? അയ്യോ ഗായ്സ്, എന്റെ പേരെന്താ? എന്റെ പേര് ഫുൾ പേര് അങ്ങനെ പറഞ്ഞതുപോലെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. ആൻഡ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യല്ല, അവർ രാവിലത്തെ ഫുഡ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുമായിരുന്നു. ആൻഡ് ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെ എന്താ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം. നമ്മൾ പുറത്തുനിന്ന് നമുക്ക് എന്താ പറയുക ഇഷ്ടമുള്ള അതായത് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡ് നമ്മൾ ചൂസ് ചെയ്ത് വാങ്ങി. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു. സാനു ബോധമില്ലാതെ വന്ന പണ്ട് ഫുഡ് കഴിക്കാൻ സൂപ്പർ എണീച്ചിട്ടുണ്ട്. അർജു അല്ല അടിപൊളി സൂപ്പർ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. സോ നെക്സ്റ്റ് വീഡിയോ വരേക്കും വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.